കാണുന്നത് നിങ്ങൾ ആരും വിചാരിക്കേണ്ട. 11 MSFന്റെ ജില്ലാ കമ്മിറ്റികളാണ് ഞങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ട് പാർട്ടിക്ക് കത്ത് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ പ്രധാനപ്പെട്ട പല ലീഡേഴ്സും ഞങ്ങളോട് ഐക്യപ്പെട്ടുകൊണ്ട് പാർട്ടിയിലെ കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ രൂപത്തിലുള്ള ഒറ്റപ്പെടലുകൾ എന്നുള്ള സംഭവത്തില് MSFൽ ഉയരുന്ന രാജി മറ്റു കാര്യങ്ങളൊന്നും മറുപടി പറയേണ്ടത് ഞാനല്ല, അത് പാർട്ടി പറയട്ടെ. ഇതൊക്കെ ഒരു പ്രതിഷേധമായിട്ട് അങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ അത് അവർക്ക് ഞങ്ങളോടുള്ള ഇമോഷനായിട്ട് ഞങ്ങൾ കണക്കാക്കുകയാണ്. ഞങ്ങളെ പെങ്ങന്മാരെ പോലെ കാണുന്ന അല്ലെങ്കിൽ സ്വന്തം കൂടപ്പിറപ്പുകളെ പോലെ കാണുന്ന ഒരു സമൂഹം ഇതിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ട്. അത് ഞങ്ങൾ പാർട്ടി ഫോറത്തിൽ വേണ്ടിയ രൂപത്തിൽ അഡ്രസ് ചെയ്യും. ഇതൊരു പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ, അതായത് ജനാധിപത്യപരമായിട്ടുള്ള രൂപത്തിൽ നടക്കണം എന്നുള്ള ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇതിൽ ഇടപെടുന്നത്. അത് പാർട്ടിയുടെ ഉള്ളിൽ ആ ഫോറത്തിൽ തന്നെ അവതരിപ്പിക്കും. ഞാനിപ്പോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വത്തിനോട് സംസാരിച്ചപ്പോഴൊക്കെ കേരളത്തിലല്ല ഈ രാജ്യത്ത് ഒരു രാഷ്ട്രീയ സംഘടനയും എടുക്കാത്ത രൂപത്തിലുള്ള ഒരു മൈൽ സ്റ്റോൺ, ഒരു കേസ് സ്റ്റഡി ആയിട്ട്, വേറെ ആർക്കും റെഫർ ചെയ്യാൻ പറ്റുന്ന ഒരു കേസ് സ്റ്റഡി ആയിട്ട് ഈ കേസിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നുള്ള ഒരു വിശ്വാസം, ആത്മവിശ്വാസം ഈ ഒരു രാഷ്ട്രീയത്തിനെ മുറുകെ പിടിക്കുന്ന വ്യക്തി എന്നുള്ള രൂപത്തിൽ എനിക്കുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം. ഇതില് ആ രൂപത്തിലുള്ള പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് നേരിടുന്നതിന് പാർട്ടി ഒരു സംവിധാനം ഒരുക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ ഞങ്ങൾ ഇങ്ങനെ പുറത്ത് പാർട്ടിയിൽ പരാതി പറഞ്ഞത്. അതിനുശേഷം വനിതാ കമ്മീഷനിലേക്കൊക്കെ പരാതി പറഞ്ഞത്. അത് പാർട്ടി സെക്രട്ടറിക്ക് കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ ഞാനത് മാധ്യമങ്ങളിലൂടെ റിലീസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. അത് പാർട്ടി ഫോറത്തിൽ നിന്ന് എനിക്ക് അനുമതി കിട്ടിയാൽ ഞാൻ അത് നിങ്ങളുടെ പക്ഷത്തേക്ക് ഈ വിഷയം വന്നതിന് ശേഷമുള്ള എന്റെ നിലപാട് ഞാൻ നിങ്ങളോട് അറിയിക്കും. രണ്ടാമത്തെ കാര്യം, പാർട്ടി സെക്രട്ടറി അത്തരത്തില് ഒരു കാര്യം പറഞ്ഞത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അതെന്താണെന്നുള്ളത് ഞാൻ പരിശോധിച്ച് പറയും. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് ഞങ്ങൾ പാർട്ടിയുടെ ഉള്ളിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഒരു വൈകൽ ഉണ്ടായതിനെ ന്യായീകരിക്കാൻ ഞാൻ നിൽക്കുന്നില്ല. അതിലൊരുപാട് പ്രയാസമുണ്ട്. അത് ഒരു പക്ഷേ ഇതിലുള്ള ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ള ആളുകളൊന്നും സ്ത്രീകളല്ലാത്തത് കൊണ്ട്, ഞാൻ ഒഴികെയുള്ള ആളുകളൊന്നും സ്ത്രീകളല്ലാത്തത് കൊണ്ട് അവർക്ക് ഒരു പക്ഷേ ഈ വിഷയം മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കും. അത് ഇങ്ങനെ ഒരു വിഷയം ഇനി മുന്നിൽ വരികയാണ് എങ്കിൽ ഇത്തരത്തിലുള്ള വൈകലുകൾ പാടില്ല എന്ന് ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനത് വീണ്ടും വീണ്ടും പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ട്. അതൊരു സ്ത്രീയുടെ വേദന എന്താണ് എന്നുള്ള രൂപത്തിൽ പരിഗണിക്കണം. ഈ പാർട്ടിയില് പ്രവർത്തിക്കാൻ വേണ്ടി പെൺകുട്ടികളെ പറഞ്ഞയക്കുന്ന മാതാപിതാക്കളുടെ മനസ്സ് കാണണം. ഇതിലുള്ള സഹോദരന്മാരുടെ പെങ്ങന്മാരാണ് എന്നുള്ള രൂപത്തിൽ അവരുടെ മനസ്സ് കാണണം. ഭാര്യമാരാണ് എന്നുള്ള രൂപത്തില് ഓരോ ആൾക്കാരും അവരുടെ മനസ്സ് കാണണം. ആ രൂപത്തിലുള്ള ഒരു സംവിധാനം പാർട്ടിയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് പാർട്ടിക്കുള്ളിൽ സംസാരിക്കുന്നുണ്ട്. കുറ്റമാരോപിതനാണ് ഈ കബീർ മുതുപറമ്പ് എന്നുള്ള മലപ്പുറം ജില്ലാ പ്രസിഡന്റ്. ഇതിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. ആ വിശദീകരണം കിട്ടിയാൽ പാർട്ടി എന്താണ് ചെയ്യുന്നത്, ആ രൂപത്തിൽ നടപടിക്രമങ്ങളിലൂടെ പോകുമ്പോൾ എന്താണ് അവിടെ ഉണ്ടായിട്ടുള്ളത്, ആ മെന്റൽ പ്രശ്നം അല്ലെങ്കിൽ ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം അവിടെ തീർപ്പ് കൽപ്പിക്കും എന്ന് വിശ്വസിക്കുന്നു. ആ വിഷയത്തില് നിലവില് എന്റെ പേരിൽ തന്നെ കോഴിക്കോട് കസബ പോലീസ് സ്റ്റേഷനില് സൈബർ സെല്ലില് നിരവധി പരാതികൾ കിടക്കുന്നുണ്ട്. നിങ്ങൾ മാധ്യമ പ്രവർത്തകരായിട്ടുള്ള മനോരമ ന്യൂസ് ഹെഡ്ലൈനില് റിപ്പോർട്ടേഴ്സ് ഇവരുടെയൊക്കെ ലോഗോ ഉപയോഗിച്ചുകൊണ്ട് പല ന്യൂസുകളും നിരന്തരമായിട്ട് എന്റെ ചിത്രം വെച്ച് ഞാൻ പറയാത്ത പല സ്റ്റേറ്റ്മെന്റുകളും നിരന്തരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സോഴ്സ് എന്താണെന്ന് അന്വേഷിക്കാനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഞങ്ങളെ കയ്യിലല്ലത്. അത് ഇവിടെയുള്ള പോലീസ് സംവിധാനങ്ങളാണ്. അവിടെ പരാതിപ്പെട്ടിട്ടുണ്ട്. അത് അന്വേഷിച്ച് തെളിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തും, നിങ്ങളോട് പറയും. സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന സമീപനം പാർട്ടിയിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിനൊത്ത് ഞങ്ങളുടെ പാർട്ടി വളരും, നിന്നിട്ടുണ്ട് ഇത്രയും കാലത്ത്, ഇനിയും ആ രൂപത്തിൽ നിൽക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ മനുഷ്യാവകാശവും മൗലിക അവകാശവുമാണ് നിയമപരമായിട്ടുള്ള വഴികളെ തേടുക എന്നുള്ളത്. ഈ നിമിഷം വരെ
ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗിന്റെ നേതാവ് ഇവർ വനിതാ കമ്മീഷനിൽ പോയത് തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? അതിലൊരു ക്ലാരിഫിക്കേഷന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ആ തെറ്റ് എന്താണ് എന്നുള്ളത് PMA സലാം സാഹിബിന്റെ പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ഞാൻ സ്വമേധയാ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആയത് പരിഗണിക്കും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്നലെ നടന്നിട്ടുള്ള അച്ചടക്ക നടപടി എന്നുള്ള രൂപത്തിൽ വന്നിട്ടുള്ള ഫ്രീസിങ് ആ കാര്യം കൊണ്ടാണ് എന്നുള്ളതിൽ എനിക്ക് ആ കാര്യം കൊണ്ടാണ് കൊണ്ടല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യങ്ങളൊക്കെ ഞങ്ങളും ഈ മീഡിയയിലൂടെയാണ് കാണുന്നത്. അത് അങ്ങനെ ആ രൂപത്തിലുള്ള ചർച്ചകളോ കാര്യങ്ങളൊന്നും ഈ വിഷയത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് വന്നത്. ഞങ്ങളെ കുറിച്ച് ഒരിക്കലും ഇല്ലാത്ത കാര്യങ്ങള് ഈ വിഷയത്തിലാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും ഞങ്ങളെ കുടുംബങ്ങളെ ബാധിക്കുന്ന കാര്യത്തിലാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വിഷയങ്ങളിൽ ഒരു വിശദീകരണം നൽകുക എന്നുള്ളതാണ് ഞാൻ ഈ സമയം നിങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങളൊക്കെ കുടുംബമുള്ള ആളുകളാണ്. ഞങ്ങളൊക്കെ നല്ല ആത്മാഭിമാനത്തോടെ ഞങ്ങളുടെ അഭിമാനം പണയം വെച്ചിട്ട് ജീവിക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളല്ല. ഞങ്ങളുടെ രക്ഷിതാക്കള് ഈ പ്രസ്ഥാനത്തിലേക്ക്, ഈ പാർട്ടിയിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിടുന്നത് അവർക്കൊരു വിശ്വാസമുണ്ട് ഈ പാർട്ടിയിൽ. എന്റെ മക്കൾക്ക് ഇതില് പ്രവർത്തിക്കാൻ കഴിയും, അവർക്ക് അഭിമാനത്തോടെ ഈ വിഷയത്തില് പ്രവർത്തിക്കാൻ കഴിയും. ഒന്ന് നിർത്തിക്കോട്ടെ. പാർട്ടിയില് എല്ലാ നേതാക്കന്മാർക്ക് അതീതമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ വന്ന ആളുകളല്ല ഞങ്ങൾ ആരും തന്നെ. ഞങ്ങൾക്ക് പാർട്ടിയാണ് വലുത്. എന്നാൽ ഈ പാർട്ടിയിലുള്ള പ്രവർത്തകന്മാരാരും ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകള് ചെറുതല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആശയം. അഭിമാനകരമായിട്ടുള്ള അസ്തിത്വം, അഭിമാനം എന്നുള്ള വാക്കിനെ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. ഞങ്ങളുടെ അഭിമാനത്തിനും അന്തസ്സിനും ക്ഷതമേൽക്കാത്ത രൂപത്തിൽ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങളുടെ ഐഡിയോളജി. ആ ഐഡിയോളജിയിൽ ഞങ്ങൾ 100% വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ നേതാക്കന്മാരായിട്ടുള്ള CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെ, CD സാഹിബിനെ പോലെയുള്ള ആളുകള് സ്ത്രീകളുടെ ഉന്നമനത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. ആ നേതാക്കന്മാരുടെ മാതൃക, ആ നേതാക്കന്മാര് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ള മാതൃകയിൽ പിൻപറ്റിയാണ് ഞങ്ങൾ ഇന്ന് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പാർട്ടിയാണ് വലുത്, അണികളാരും ചെറുതല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അത് പാർട്ടി, അതായത് ഞാൻ MSFന്റെ നാഷണൽ കമ്മിറ്റിയിലെ PMA സലാം സാഹിബിനൊപ്പം ഈ വിഷയത്തിൽ 2 തവണ ചർച്ചയ്ക്കിരുന്നു എന്നല്ലാതെ അതിനുശേഷം മുസ്ലിം ലീഗിന്റെ വേദികളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ ഞാൻ ഉണ്ടായിട്ടില്ല. അത് ആ നേതൃത്വം ഒരുമിച്ചെടുത്ത തീരുമാനമാണ്. അവരുടെ അഭിപ്രായങ്ങൾ ഏത് രൂപത്തിലുള്ളതായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. ഒരുപാട് നേതാക്കന്മാർ നമ്മളോട് മാനസികമായിട്ട് ഐക്യപ്പെട്ടിട്ടുണ്ട്. 100% ഐക്യപ്പെട്ടിട്ട് നിങ്ങളുടെ വേദനയിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്, നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഒരുപാട് നേതാക്കന്മാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ വേദന ആ രൂപത്തിൽ കാണുന്നു എന്ന് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. പ്രശ്നമുണ്ടായാലേ ആ വീട്ടില് പ്രശ്നമുണ്ടായ രണ്ടാള് നമ്മള് പരിഹാരത്തിന് വേണ്ടി വിളിക്കുമ്പോൾ ഒരാളോട് ചിലപ്പോൾ നമ്മൾ പറയേണ്ടി വരും, ഒന്നും മിണ്ടാതിരിക്കണം, എന്നാലും നമുക്ക് ഈ വിഷയം ഇവിടെ തീർക്കാൻ പറ്റുള്ളൂ എന്ന്. അതുകൊണ്ട് ഈ വിഷയത്തില് ഞങ്ങൾക്ക് സങ്കടമുണ്ട്. ഇങ്ങനെ ഒരു നടപടി തീർത്തും മിണ്ടാതിരുന്നിട്ടും ഈ രൂപത്തിലൊരു നടപടി ഉണ്ടായതിൽ ഞങ്ങൾക്ക് സങ്കടമുണ്ട്. എന്നിരുന്നാലും ഈ 2 ആഴ്ചക്കകം ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും പാർട്ടി ഇത് ഉചിതമായിട്ടുള്ള രൂപത്തിൽ എടുത്തുകൊണ്ട് അതിനെ പരിഹരിക്കും എന്നുള്ളതായും ഞങ്ങൾ വിശ്വസിക്കുന്നത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞങ്ങളുടെ ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടിക്കുള്ളിൽ ഞങ്ങൾ സംസാരിക്കുന്നതാണ്. കാര്യം പറഞ്ഞാലല്ലേ അതിൽ സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അതിൽ സങ്കടപ്പെട്ടിരിക്കാന്നല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ആ വിഷയം സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി ഇന്നലെ വൈകുന്നേരം എടുത്തതാണ്. അതിലുള്ള ഞങ്ങളുടെ അഭിപ്രായ വ്യത്യാസവും മറ്റു കാര്യങ്ങളും ആഭ്യന്തര കാര്യങ്ങളും പാർട്ടിക്കുള്ളിൽ പറയും. കാര്യം അത് എന്തുകൊണ്ട് ഡിലേ ആയതിൽ ഞങ്ങൾക്ക് പ്രയാസമില്ല. ഡിലേ വന്നതുകൊണ്ടാണല്ലോ സംസ്ഥാന വനിതാ കമ്മീഷനിലേക്ക് ഈ പരാതി എത്തിപ്പെട്ടത്. സംസ്ഥാന വനിതാ കമ്മീഷനിലേക്ക് ഈ പരാതി എത്തിപ്പെട്ടു. പിന്നെ ഇതില് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടായില്ല എന്നുള്ള ക്വസ്റ്റ്യൻ. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ വിഷയത്തിൽ പല നേതൃത്വങ്ങളെയും നേതാക്കന്മാരെയും ഞങ്ങൾ പോയി വ്യക്തിപരമായിട്ടും ഞങ്ങൾ ഒഫീഷ്യലായിട്ടും ലെറ്റർ നൽകിയിട്ടും ഞങ്ങൾ പല തവണ പറഞ്ഞിരുന്നു. പല തവണ ഞങ്ങൾ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ നിരന്തരമായിട്ടുള്ള ഒരു മെന്റൽ ട്രോമയിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് എന്ന്. നിങ്ങൾക്കറിയാം,
ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് മെന്റൽ ട്രോമയാണ്. ആ പ്രൊസീജിയറിലൂടെ കടന്നു പോകുമ്പോൾ അതിന് പെട്ടെന്ന് തീരുമാനമാക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് മാനസികമായിട്ട് സമ്മർദ്ദങ്ങളെ ഒരു പരിധിവരെ ഒരു നിയമ നടപടികളിലൂടെ പരിഹരിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പം ആ വിഷയത്തില് നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ എത്രമാത്രം സ്ത്രീ പ്രാധാന്യമുണ്ട് എന്നുള്ള വിഷയങ്ങളൊക്കെ അതിലേക്ക് കൂട്ടി വായിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം ഇതില് ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി എന്നുള്ള രൂപത്തിൽ അവരുടെ വേദനകളെ കൂട്ടി അവരോടൊപ്പം നിൽക്കാനുള്ള ശ്രമങ്ങൾ ഞാൻ ഈ സമയം വരെ നടത്തിയിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിൽ നിലവിലുള്ള ഈ ഒരു നേതൃത്വത്തിൽ നിന്നുള്ള ഒരു ചുമതല എന്നുള്ള രൂപത്തിൽ അതെന്റെ ഒരു കടമയായിട്ട് മനസ്സിലാക്കിക്കൊണ്ടാണ് അവരോടൊപ്പം നിന്നത്. ഇനി ആ വിഷയത്തിൽ ഇപ്പോൾ ഈ ആളുകൾക്കൊന്നും ഹരിതയിൽ പരാതിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും പാർട്ടി ഇതുവരെ ചെയ്ത കാര്യത്തിൽ അവർക്കുണ്ടായ പ്രയാസം എന്താണെന്ന് വെച്ചാൽ ആ ഡിലേ ആണ്. ആ ഡിലേ അവര് പലതവണ അഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു വേണ്ടിയ രൂപത്തിലുള്ള പാർട്ടിയിൽ എന്താണ് ഏതോ ഒരു രൂപത്തിൽ അത് എടുക്കാൻ അത് ആ രൂപത്തിൽ കാണാൻ പറ്റാതെ പോയി എന്നുള്ളതിൽ ഖേദമുണ്ട്. അത് പാർട്ടി ഞങ്ങൾ അറിയിക്കുകയും ചെയ്തതാണ്. വ്യക്തമായിട്ട് മറ്റുള്ള രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ട ആയാലോ അല്ലെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ രീതിയെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ സ്ത്രീകളുടെ കടന്നുവരവിനെ അത്രമാത്രം പ്രോത്സാഹിപ്പിക്കാത്ത ആളുകളോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ രാഷ്ട്രീയ നീക്കങ്ങളൊന്നും ഇഷ്ടപ്പെടാത്ത ആളുകളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് നമുക്കറിയാം ഒരു കേസില് ആ കേസ് ഡിസ്പോസ് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ നടപടി എന്താണ്, അതിന് ശിക്ഷ എന്താണ് എന്ന് വിധിക്കുന്നതിന് മുൻപ് സ്വാഭാവികമായിട്ടുള്ള നീതിയുടെ ഭാഗമായിട്ട് എന്താ പറയാനുള്ളത് എന്ന് ചോദിക്കാറുണ്ട്. ആ രൂപത്തിലുള്ള വിശദീകരണമാണ് ഇതിൽ കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തികളോട് ഈ പാർട്ടി ചോദിച്ചിട്ടുള്ളത്. എന്നാൽ നേരെ മറിച്ച് ഇപ്പുറത്ത് ഒരു ഫ്രീസിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടപടി അവിടെ ഉണ്ടായി. ആ വിഷയത്തില് ഞങ്ങൾക്കേറെ സങ്കടമുണ്ട്. എന്തെന്നാൽ ഈ നിമിഷം വരെ ഞങ്ങൾ ആരും പൊതുമധ്യത്തിൽ സംസാരിച്ചിട്ടില്ല. പൊതുമധ്യത്തിലേക്ക് ഇതിന്റെ കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് കടന്നു വന്നിട്ടില്ല. അത് പലപ്പോഴും ഒരു അവസരമായിട്ടാണ് ഞങ്ങളെ കുറിച്ചിട്ട് പല കഥകളും പറഞ്ഞു പരത്തുന്നതിന് വേണ്ടി മറ്റു ചിലരൊക്കെ ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫാത്തിമ തലിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് ഒന്ന് പാർട്ടിക്ക്, അതായത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരുന്നു. ഒപ്പം തന്നെ MSFന്റെ നാഷണൽ കമ്മിറ്റിക്ക് നൽകിയിരുന്നു. ആ പരാതികളിൽ നാഷണൽ കമ്മിറ്റി, നാഷണൽ വൈസ് പ്രസിഡന്റ് എന്നുള്ള രൂപത്തിൽ ഞാൻ അതോറിറ്റേറ്റീവ് ആ വിഷയം പറയുക. നാഷണൽ കമ്മിറ്റി ഈ രണ്ട് കക്ഷികളെയും വിളിച്ച് അവർ പറയുന്നത് കേട്ട് അതിനനുസരിച്ചിട്ടുള്ള രണ്ടു പേരുടെയും കംപ്ലീറ്റ് ആയിട്ടുള്ള വാദങ്ങൾ കേട്ട് അത് ഒരു റിപ്പോർട്ട് ആക്കിയിട്ട് സംസ്ഥാന മുസ്ലിം ലീഗ് നേതൃത്വത്തിന് നൽകി കഴിഞ്ഞതാണ്. അതിനുശേഷം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വം ഇരു കൂട്ടരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി ഇവർ ഒറ്റയ്ക്കും കൂട്ടമായിട്ടും ഓരോ നേതാക്കന്മാരെയും, മുസ്ലിം ലീഗിലുള്ള പ്രധാനപ്പെട്ട ഓരോ നേതാക്കന്മാരെയും വീട്ടിൽ ചെന്നും ഓഫീസിൽ ചെന്നും കണ്ട് പരാതി ബോധിപ്പിച്ചതാണ്. അങ്ങനെ ബോധിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറി PMA സലാം സാഹിബിനെ ഈ വിഷയം നേതൃത്വം ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഞങ്ങളോട് പറഞ്ഞത്. അദ്ദേഹം ഈ വിഷയത്തിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി ആദ്യം തന്നെ MSFന്റെ സംസ്ഥാന കമ്മിറ്റിയിലാണല്ലോ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടന്നത്. ആദ്യം MSFന്റെ സംസ്ഥാന ഭാരവാഹികളെ ഒരു മീറ്റിംഗ് വിളിച്ച് ആ മീറ്റിംഗിൽ ഈ പറഞ്ഞ വ്യക്തികൾ ഈ